രാത്രി 1:45 വിളിച്ചിട്ട് പറഞ്ഞു വാടാ മൈസൂർ വരെ പോകാമെന്ന്. എന്താന്ന് ചോദിച്ചാൽ പറയാം മൈസൂർ പാക്ക് കഴിക്കാനാന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വണ്ടി എടുത്തു. ഇനി മൈസൂരിന്. കോഴിക്കോട് നിന്ന് വണ്ടി എടുത്തു. പിന്നെ നിർത്തിയത് താമരശ്ശേരി ചുരത്തിൽ. രാത്രി ആയതുകൊണ്ട് തന്നെ അധികം നേരം നിന്നില്ല. നേരം വെളുക്കാറായപ്പോഴത്തേക്കും കർണാടകയിലെ ചെക്ക് പോസ്റ്റ് എത്തിയിരുന്നു. അവിടെ നിന്ന് 20 രൂപ പാസും എടുത്ത് നേരെ ഫോറസ്റ്റിനകത്തേക്ക് കയറി. ഫോറസ്റ്റിലേക്ക് കയറിയപ്പോൾ തന്നെ കുറച്ച് മാനുകൾ ഓടി നടപ്പുണ്ടായിരുന്നു. ഇതിലേ ഉള്ള റൂട്ടിന്റെ റോഡ് പണി നടക്കുമെന്ന് തോന്നുന്നു. റോഡ് മൊത്തം മോശമായിരുന്നു. അങ്ങനെ കുറച്ചുകൂടെ ഫ്രണ്ടിൽ ചെന്നപ്പോഴത്തേക്കും വഴിയരികിൽ ഒരു ആനയെ കാണാൻ പറ്റി. എന്തായാലും അത് പുറംതിരിഞ്ഞ് തന്നെ നിൽക്കുമായിരുന്നു. അവിടുന്ന് നേരെ ഞങ്ങൾ കർണാടകയിലെ ഏതോ ഒരു വില്ലേജിലെത്തി. സമയം ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. കർണാടകയിലെ ഏതോ ഒരു വില്ലേജിൽ കൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ട് പോകുന്നത്. എന്തായാലും ഗൂഗിൾ മാപ്പ് കൊണ്ട് ഇങ്ങനെ കുറേ ഉപകാരങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ നേരം ഗ്രാമങ്ങളിൽ കൂടെ കറങ്ങി തിരിഞ്ഞതിന് ശേഷം ഏതോ ഒരു മെയിൻ റോഡിലോട്ട് കയറ്റി വിട്ടു. അത് ഹൈവേ ആണെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ്. ആ വഴി അങ്ങ് പുറപ്പെട്ടു. എന്തായാലും ആദ്യം തന്നെ ഞങ്ങളൊരു ചായക്കട കണ്ടു. അവിടെ വണ്ടി ഒതുക്കി. അവിടെ ചായക്ക് പറഞ്ഞു. ഇനി ചായ വരാനുള്ള കാത്തിരിപ്പാണ്. അപ്പോഴത്തേക്കും പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്കും കാളവണ്ടിയുമായിട്ട് 2 പേർ പോകുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ വളരെ കുറവാണ്. അങ്ങനെ കാളവണ്ടിയുടെ പോക്ക് നോക്കി നിന്നപ്പോഴത്തേക്കും നമുക്കുള്ള ചായ സെറ്റായിരുന്നു. ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ടാകാം. എന്തായാലും നല്ല അടിപൊളി ചായ തന്നെയാണ് ഈ ചേട്ടൻ നമുക്ക് ഉണ്ടാക്കി തന്നത്. അങ്ങനെ ചായയും കുടിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു സൈഡിൽ ചോളത്തിൻ്റെ പാടം കാണാമായിരുന്നു. ആ കടക്കാരൻ പറഞ്ഞു ചോളം ആയി വരുന്നതേ ഉള്ളെന്ന് പറഞ്ഞു. ഇത് ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ട് ചായ കുടിച്ചതിൻ്റെ പൈസയും കൊടുത്തിട്ട് അവിടുന്ന് ഞങ്ങൾ നേരെ തിരിക്കാമെന്ന് വെച്ചു. അവിടുന്ന് നേരെ വണ്ടി എടുത്തു. അങ്ങനെ മുന്നോട്ട് തന്നെ മൈസൂരിന് ലൊക്കേഷൻ വിട്ടിട്ടുണ്ട്. വരുന്ന വഴിക്കാണ് ഞാവൽപ്പഴം വിൽക്കുന്നൊരു പുള്ളിയെ കണ്ടേ. വണ്ടി സൈഡാക്കി നേരെ അങ്ങോട്ട് നടന്നു. ഞാവൽപ്പഴം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയപ്പം അതിൽ നിറച്ച് ഈച്ചി ഇരിക്കുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ പ്ലാൻ മാറ്റി മാങ്ങയിലേക്കാക്കി. അവിടുന്ന് മാങ്ങ വാങ്ങി. ഈ പുള്ളി തന്നെ അത് കട്ട് ചെയ്ത് ഒരു ഷേപ്പിലാക്കി തന്നു. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ തൂവി അത് കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് മാങ്ങായും കഴിച്ച് അവിടെ നിന്നപ്പോഴത്തേക്കും പുള്ളി വേറൊരു പെട്ടി പൊട്ടിച്ച് ഞങ്ങൾക്ക് കുറച്ച് ഞാവൽപ്പഴം എടുത്തു വന്നിട്ട് പറഞ്ഞു ഇത് ഫ്രഷാണ്, ധൈര്യമായിട്ട് കൊണ്ടുകൊള്ളാമെന്ന്. പിന്നെ അതും വാങ്ങി അതിൻ്റെ ക്യാഷ് കൊടുത്തതിന് ശേഷം നേരെ വണ്ടിയിലേക്ക് കയറി. കുറേ നേരത്തെ വണ്ടി ഓടിയതിനു ശേഷം അങ്ങനെ മൈസൂരെത്തി. എന്തായാലും എല്ലാവർക്കും വിശക്കാനും തുടങ്ങി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാകാം മൈസൂർ പാക്ക് കഴിപ്പ് എന്നായി തീരുമാനം. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു. ആദ്യം കണ്ട റെസ്റ്റോറൻറ്റിൽ തന്നെ കയറിയേക്കാന്ന് വെച്ചു. നേരെ അകത്തേക്ക് കയറി അവിടെ ഇരുന്നു. ഫുഡിന് ഓർഡർ കൊടുത്തു. എല്ലാവർക്കും ദോശയും വടയുമാണ് ഓർഡർ ചെയ്തത്. അധികം താമസിക്കാതെ തന്നെ ഓർഡർ ചെയ്ത ഫുഡെല്ലാം എത്തി. എല്ലാവർക്കും നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ ഫുഡടി തുടങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വണ്ടി എടുത്തു. ഇനി നമുക്ക് പോകേണ്ടത് മൈസൂർ പാക്കിന്റെ കടയിലോട്ടാണ്. മൈസൂർ പാക്കിന്റെ കടയിലോട്ട് പാർക്കിംഗ് കിട്ടാത്തതിനാൽ ഞങ്ങൾ വണ്ടി കുറച്ച് ദൂരെയായി മാറി പാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി നടന്നു. അത്യാവശ്യം കുറച്ച് നടക്കാൻ തന്നെ ഉണ്ടായിരുന്നു. നടന്നു വരുന്ന വഴികളിലായി വഴിയോര കച്ചവടക്കാരെ കാണാമായിരുന്നു. കൂടുതലും പച്ചക്കറി ആയിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ മൈസൂർ പാക്കിന്റെ കടയിലെത്തി. ഇവിടുത്തെ ഫേമസ് ആണെന്നാണ് പറയുന്നത്. എന്തായാലും നല്ല തിരക്ക് തന്നെ ആ കടയിൽ കാണാൻ കഴിയുമായിരുന്നു. No pack. This one, excuse me. This one. അങ്ങനെ എന്താണെന്നറിയത്തില്ലാത്തൊരു സാധനം ഞങ്ങളും 60 രൂപ കൊടുത്ത് വാങ്ങി. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പം അതിൻ്റെ അകത്ത് നട്ട്സും ബദാമും മുന്തിരിയും അങ്ങനത്തെ കുറേ ഐറ്റംസ് വെച്ചുണ്ടാക്കി ലഡു പോലെ ഇരിക്കുന്നൊരു സാധനമാണ്. സംഭവം ഒന്ന് കഴിച്ചു നോക്കട്ടെ. അങ്ങനെ സാധനം ടേസ്റ്റ് ചെയ്തു. എനിക്ക് തോന്നിയത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു സംഭവമായിട്ടാണ്. എന്തായാലും കുഴപ്പമില്ല. 60 രൂപയ്ക്കുള്ള ഓളമൊന്നും ഇല്ല. നമ്മൾ വന്നത് ഇവരുടെ സ്പെഷ്യൽ മൈസൂർ പാക്ക് കഴിക്കാൻ വേണ്ടിയാണ്. എന്തായാലും ആ ക്യൂവിൻ്റെ ഇടയിൽ നിന്ന് ഒരു വിധത്തിൽ നമുക്ക് സാധനം കൈ കിട്ടി. എന്തായാലും അവരുടെ പാക്കിംഗ് ഒക്കെ വളരെ അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് പാക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. അവിടെ വെച്ച് തന്നെ നമ്മൾ എന്തായാലും ഓപ്പൺ ആക്കി. നമ്മൾ മൈസൂർ വന്നത് തന്നെ ഈ മൈസൂർ പാക്ക് കഴിക്കാൻ വേണ്ടിയാണ്. അവിടെ നിന്ന് തന്നെ എല്ലാവരും കഴിക്കാൻ തുടങ്ങി. മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രം ഇത് ട്രൈ ചെയ്താൽ മതി. അത്രയ്ക്കും ഉണ്ട് ഇതിൻ്റെ മധുരം. ഇതിന്റെ പേരറിയാത്തോണ്ടല്ലേ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലേ. അതാണ് മറ്റേ കുഴച്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്ന സാധനം അത്. ഓ, എന്തായാലും സംഭവം അടിപൊളി തന്നെ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഐറ്റംസ് പോലെയല്ല. ഇവയൊക്കെ മൈസൂർ പാവിൻ്റെ പല വെർഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് ഇത് കൂടുതലും സോഫ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള മൈസൂർ പാക്ക്. നമുക്കിനി ഇതൊന്ന് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കഴിച്ചതിൽ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ ഈ മൈസൂർ പാക്ക് തന്നെയാണ്. എന്താണെന്ന് ചോദിച്ചാൽ നാട്ടിൽ കിട്ടുന്നതുമായിട്ട് നല്ല വ്യത്യാസം തന്നെയുണ്ട്. മധുരം ഇതിന് കുറവുമാണ്. അങ്ങനെ മൈസൂർ പാക്കെല്ലാം കഴിച്ച് അവിടുത്തെ തിരക്കെല്ലാം കണ്ട് കുറേ നേരം നിന്നു. ഇനി ഇവിടുന്ന് നേരെ മൈസൂർ വന്നതല്ലേ, നമുക്കൊന്ന് പോയി മൈസൂർ പാലസ് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ മൈസൂർ പാലസ് കാണാൻ വേണ്ടി ഞങ്ങളിതേ മുന്നോട്ട് നടന്നു.